ഖദീജ ബീവി ഓർക്കുന്ന ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചത് ചില്ലറക്ക് വേണ്ടിയിട്ടല്ല. കല്യാണത്തിൻ്റെ ഘട്ടത്തിൽ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആകൃഷ്ടനായി ഭർത്താവായി തങ്ങളെ കിട്ടണമെന്ന് വിചാരിക്കുന്നത് പലരും കരുതിയ പോലെ ഷാമിലേക്ക് ഒരു 4 വട്ടവും കൂടി കച്ചവടത്തിന് നായകനായിട്ട് അയച്ചാൽ എൻ്റെ ഭർത്താവാകുമ്പോൾ എനിക്ക് വിചാരിക്കുന്ന സമയത്ത് കച്ചവട നേതൃത്വത്തിന് കിട്ടുമല്ലോ, അങ്ങനെ അയച്ചാൽ എനിക്ക് വലിയ കുലീനയാവാം, സമ്പന്നയാവാം എന്ന് കരുതിയിട്ടൊന്നുമല്ല മനുഷ്യന്മാരെ. ഖദീജ ബീവിൻ്റെ മഹബത്ത് അങ്ങനെ 4 ചില്ലറക്ക് വേണ്ടിയിട്ടുള്ള മഹബത്തൊന്നും ആയിരുന്നില്ല. കച്ചവടമൊക്കെ പൊടി ലാഭമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ കച്ചവടത്തിലൊക്കെ താല്പര്യം കുറഞ്ഞ് അവിടിവിടങ്ങളിലായി ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്ത് ജബലന്നൂറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗുഹൻ്റെ ഉള്ളിൽ കയറി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഖദീജ ബീവി ഒരു പെണ്ണ് സൈക്കോളജി വർത്താനം വേണമെങ്കിൽ പറയാം. നിങ്ങൾ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് അത് നടക്കൂല കേട്ടോ, ഇങ്ങനെ പൊട്ടിച്ചാമ്പലാകുന്നുണ്ട്, ബിസിനസ് കുറച്ച് ഫോക്കസ് ചെയ്യണം, അതിനൊക്കെ വർത്താനം പറയായിരുന്നു. ഒരു വർത്താനം ഖദീജ ഉമ്മ ഒരു വർത്താനം അങ്ങനത്തെ ഒരു കമൻറ്റും അടിച്ചിട്ടില്ലായിരുന്നു. ഖദീജ ഉമ്മ ചെയ്തത് എന്താണോ ഫുഡാണോ ഫുഡ്, തണലാണോ തണൽ, ആശ്വാസമാണോ ആശ്വാസം, ഫുള്ള് കൊടുക്കായിരുന്നു അങ്ങോട്ട്. അതാ ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ട സമയത്ത് ഖദീജ ബീവിൻ്റെ അടുത്തേക്ക് വിറച്ചിട്ട് വരുന്നുണ്ട്. ഖദീജ ബീവി പറയുന്നുണ്ട് തങ്ങളോട്, അള്ളാഹു തങ്ങളെ കൈവിടവും ചെയ്യില്ല നബിയെന്ന്. ആശ്വാസത്തിൻ്റെ തണൽ വിരിച്ചു കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ നേതാവിന് ആശ്വാസത്തിൻ്റെ അഭയത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാണ്. ജമ്മിലൂനി ഖദീജ എന്ന് പറയുന്ന വർത്തമാനത്തിന് ഒരു പുതപ്പ് മാത്രമല്ലല്ലോ അവിടെ താല്പര്യം. ഖദീജ ബീവി പറഞ്ഞില്ലേ, വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ, റബ്ബ് സത്യം, അല്ല തങ്ങളെ കൈവിടൂല. ബിക്കോസ് കാരണം ഇന്നക തഹ്മിലുൽ കല്ല, വിഷമങ്ങളുള്ള എല്ലാവരെയും ഏറ്റെടുത്ത് കൂടെ നിർത്തുന്ന ആളല്ലേ തങ്ങൾ. വതസിലുർ റഹിമ, കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ തങ്ങൾ. വിഷമം ഉള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന തങ്ങളെ എങ്ങനെ അല്ല കൈവിടുക? ഖദീജ ബീവി ഇഷ്ടപ്പെട്ടത് ചില്ലറക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലല്ലോ, അല്ല. അതാണ് ഷെഹറാനി ഇമാം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മളോട് ആരെങ്കിലും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്ത് മുടക്കണം, നിർത്തണം എന്ന് വലിയൊരാൾ, നമ്മുടെ ഉള്ളു വായിക്കാൻ മാത്രം ശക്തിയുള്ള ഒരാൾ നമ്മളോട് പറയാണ്, നീ ഇനി മുതൽ ബാങ്ക് കൊടുക്കണ്ട, ബുർദക്ക് പോകണ്ട, മദ്ഹ് പാടണ്ട എന്ന് പറയുമ്പോൾ കൈഫ യഅ്മുറുനി ബിതർക്കി മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാടണ്ടെന്നാ എന്ന് നീ ചിന്തിക്കണ്ട. കാരണം നീ മദ്ഹ് പാടുന്നത് നിൻ്റെ വ്യൂസ് കൂടാനായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ മിനൻ നുഖൂത്ത് ചില്ലറ കിട്ടാനായിരിക്കും. ബാങ്കിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, മക്കത്തെ ബാങ്ക് പോലെ ഇല്ലേ എന്ന 2 കമൻറ്റ് കേട്ടുള്ള ഉഷാറിയത്തായിരിക്കും നിനക്ക്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നെ റസൂലുള്ളയിലേക്ക് അടുപ്പിക്കാനായിരിക്കും ആ ആലിം നിന്നോട് ഗുണദോഷിച്ചിട്ടുണ്ടാവുക, ഉപദേശിച്ചിട്ടുണ്ടാവുക. അത് നീ സ്വീകരിക്കുക വേണ്ടത്. പിശാച് പല മോഡലിലും വരും. കം ഹസനത്തിൽ ലദ്ദത്തൻ ലിൽ മർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദിരി അന്നസുമ്മ ഫിദ്ദസമി. ബുർദ, സ്ട്രോബെറി ഡാഫോഡിൽസ് ഫ്ലേവറായ ഐസ്ക്രീമുകളുടെ മുകളിൽ ചെറി കൂടി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് നീ വിചാരിക്കും. ശരി, പക്ഷെ ഉള്ളിൽ വിഷം കയറ്റി വെച്ചിട്ടുണ്ടാവും. അത് നിനക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. മലയാളം, ഇശാ നിസ്കരിച്ചിട്ടില്ല, ഉറക്കാണെങ്കിൽ നല്ലോണം വരുന്നുണ്ട്, സമയം 11:30 വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് തോന്നുകയാണ് പണ്ട് എവിടെയോ കേട്ടിനല്ലോ, എന്ത് കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിച്ചാൽ മതി ഉറക്ക് ഗാലിബായാലും. ആ മസല നമുക്ക് പറഞ്ഞിരുന്നത് ഒരു ഐസ്ക്രീം മോഡലാണ്. മുകളിൽ ചെറിയും കൂടി വെച്ചതുകൊണ്ടുകൂടി അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്, രസമുണ്ട്. പറഞ്ഞത് മസല. നമ്മൾ വിചാരിക്കും ഇന്ന് ഇശാ ഖളാ ആക്കിയിട്ട് സുബഹിന് ശേഷം എണീപ്പിക്കാനാണ് ഇബ്ലീസിൻ്റെ പരിപാടി എന്ന ഉസ്താദ് പ്രസംഗത്തിൽ പറയാൻ പോണത്. നോ, അതൊന്നുമല്ല. നമ്മൾ അന്ന് 2:30, 3:30, 4:30, 3 സമയത്ത് ഉറക്കത്തു നിന്ന് ഇട്ടു. വൈഫിനോട് തന്നെ നമ്മൾ പറയും, ഈശാസ്കരിക്കാണ്ട് ഉറങ്ങിയാൽ ഉറക്കന്നെ കിട്ടുന്നില്ല. അതെന്തിനാ ഇബ്ലീസ് ശ്രമിക്കുന്നതെന്നറിയോ? നമുക്ക് ഭയങ്കര ഈമാനുണ്ട് എന്ന് നമുക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കി തരികയാണ്. എന്തിന്? ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി ഇശാ നിസ്കരിക്കാതെ ഉറങ്ങാനുള്ള ഉറച്ച കോൺഫിഡൻസ് ഉണ്ടാക്കാൻ. അതാണ് മൂപ്പരുടെ തീരുമാനം. മൂപ്പരുടെ വിഷം എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലം അപ്പുറത്തേക്കാണ് അമ്പറിയൽ. ഇന്ന് ഇശാ ഖളാക്കൽ മൂപ്പർക്ക് കൺസെപ്റ്റേ അല്ല. എന്നെങ്കിലും ഒരു ഇശാ ഖളാക്കാൻ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ
തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, അവൾ ആ ക്യാമ്പസിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാതിരിക്കണോ? ഇബിലീസ് തോന്നിപ്പിക്കും, നീ ഇപ്പുറത്തെ ഗേറ്റിലൂടെ പോയിട്ട് വന്നാൽ പോരെ, ഓളാട് ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിപ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റ് സാഹചര്യം ഉണ്ട്, എൻ്റെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരിക. മൊബൈലിൽ ആപ്പ് ഒഴിവാക്കണമെന്നോ? അതെന്തിനു മോനെ, അത് തുറക്കാണ്ടെന്നാൽ പോരെ. മാത്രമല്ല അതെല്ലാം ഒഴിവാക്കിയാലും വയലും മധുഗാനെല്ലാം എങ്ങനെ കേൾക്കുക? അടിപൊളി, അടിയിൽ പൊളിയുന്നു എന്നാണ് അടിപൊളിയുടെ മുസന്നിഫിൻ്റെ ഇപ്പം പറഞ്ഞ ഈ ഭാരത്തിൻ്റെ താല്പര്യം. അടി പൊളിയുന്നു. ഭയങ്കര ചതിയനാണ് ഇബിലീസ്. നമ്മളെ കൂടെ നടന്നിട്ട് പറ്റിക്കുന്ന, ചതി വെളിവാക്കുന്നൊരു ഘട്ടമുണ്ട്. അതാണ് പരലോകം. അന്ന് ഇബിലീസിനോട് മനുഷ്യർ ചോദിക്കും, എത്രേ നിങ്ങൾ നമ്മളെ കൈവിടുകയാണോ? യെസ്. ഇത്രയും കാലം പറ്റിച്ചിട്ട് എന്തിനാ എൻ്റെ പരം കൂടിയത്? പച്ചക്ക് ചോദിക്കും, ഫേസ് ടു ഫേസ് പറയും. ഇബിലീസിന് പിന്നെ കള പറയാൻ കഴിയില്ല. ഇബിലീസ് അന്ന് സത്യം പറയും. ഇബിലീസ് സത്യം പറയുന്ന ഒരേ ഒരു സന്ദർഭം പരലോകത്താണ്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ഇബിലീസിന് ഇനി കളവ് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാനുള്ള എണ്ണ തീർന്നതിന്, ഫ്യൂവല് എംറ്റി ആയി. അത് കഴിഞ്ഞ് ആഖിറത്തിൽ കളവ് പറഞ്ഞ് പറ്റിക്കലില്ല. രണ്ടാമത്തത്, ഇനി കളവ് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, ചാർട്ട് പ്രിപ്പയർഡ് ആയല്ലോ. ഫരീഖും ഫിൽ ജന്ന, കുറച്ചാൾ സ്വർഗത്തിലും, ഫരീഖും ഫിസ്സഗീർ നരകത്തിലും. വെയിറ്റിംഗ് ലിസ്റ്റ് ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ചാർട്ട് പ്രിപ്പയർഡായി. ഇനി വർത്താനുമില്ല. ഇനി എന്തിനാ മനുഷ്യനെ പറ്റിക്കണത്? ഈ ഇബിലീസ് നമ്മളെ പറ്റിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് റിയാ എന്ന് പറയുന്ന രോഗം. റിയാ എന്ന് പറയുന്നത് ഇത് നമുക്കില്ലാതിരിക്കണം. ഒരാളെയും കാണിക്കുക എന്ന ഒറ്റ താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ ഇബിലീസ് ഇരുതല മൂർച്ച ഉപയോഗിക്കും. ഇരുതല മൂർച്ച അതെങ്ങനെ? സുന്നത്ത് നിസ്കരിക്കുമ്പം തോന്നിപ്പിക്കും, എന്ത്, നീ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നതല്ലേ. അങ്ങനെ നിസ്കാരം ഒഴിവാക്കിപ്പിക്കും. നിസ്കാരം ഒഴിവാക്കുമ്പോൾ തോന്നും, നീ എന്തിനാ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നത്? കേട്ടോ, രണ്ടിലൂടെയും നമുക്കതൊന്നുമല്ല, നമുക്ക് അല്ലാഹു. ചിലപ്പോൾ ഇബിലീസ് ഈ ക്ലാസ്സിൽ ഒരാൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് മെല്ലെ ക്ലാസ് ടീച്ചറായിട്ട് വരും. 5ാം ക്ലാസ്സിലേക്ക്. അങ്ങനെ വരിക എന്നറിയോ? ഒരു അർദ്ധയുക്തിവാദവുമായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ, അല്ല മോനെ, അതെ വസ്വാസൊക്കെ ഉണ്ടാക്കണ കോലാണ്, നീ ഒന്നിക്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അതെ, എയ്തറോർ, രണ്ടിലൊന്നല്ലേ? അതെ. സ്വർഗത്തിലാണ് നിൻ്റെ ടിക്കറ്റ് കൺഫേം ആയതെങ്കിൽ നീ എന്തിനാ കുറേ സുന്നത്ത് നിസ്കരിക്കുന്ന, കഷ്ടപ്പെട്ട് ഈ പാത്രം ചെയ്യുന്നു? ശരിയാണല്ലേ. അഥവാ നരകത്തിലാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം? ഓ, അത്യാവശ്യം യുക്തിവാദികളുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഈ പെട്രോൾ വേഗം അടിച്ചു കൊടുക്കും. ചെറിയ വിലക്കന്നെ അടിച്ചു കൊടുക്കും. ബിലീസാഗ് ചെയ്യും. അന്നേരം നമ്മൾ കൊടുക്കേണ്ട ഉത്തരം എന്ന് വെച്ചാൽ, അത് അള്ളാൻ്റെ പണിയാണ്. സ്വർഗത്തിലെത്തിക്കണ്ടോ നരകത്തിലെത്തിക്കണ്ടോ ഒക്കെ അതും കൂടി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് അള്ള പറഞ്ഞത് ഈ ബാത്ത് ചെയ്യാനാണ്. വേറെ വർത്താനമൊന്നുമില്ല. വേറെ വർത്താനം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ മുഖ്ലിസാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കിതാബുകൾ പറയുന്ന അടയാളങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞ് സംസാരം നിർത്തുകയാണ്. 1, അയാൾ ആരെയും സോപ്പിടാൻ വേണ്ടി ഒന്നും പറയൂല. വേറൊരാളെ സോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുക ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിൽ നിന്ന് സത്യസന്ധത നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ഒരാളെയും സോപ്പിടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടിയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തം, വേറൊന്നും വേണ്ട. രണ്ടാമത്തത്, ഇസ്തിവാ സിരി വല്ല അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ദോനോ ബറാബർ ഹെ, ഒരേപോലെ. സ്റ്റേജിലായതുകൊണ്ട് എന്തോ അധികം, താഴെ ആയതുകൊണ്ട് എന്തോ കുറവ്, അതൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ ഭാര്യനെ തൃപ്തിപ്പെടുത്തുന്നത്, ഭർത്താവിൻ്റെ ഇഷ്ടം വാങ്ങുന്നത്, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കോ? ഇല്ല. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ ഇഷ്ടമാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ ഇഷ്ടം. ലാ ഇത്വാഅത ഫിൽ മഅസിയ. ബോസ് നമ്മളോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ നിൽക്കൂല. കാരണം നിസ്കാരം കള്ളാക്കിയിട്ടുള്ള ഒരു വർത്താനത്തിന് അത് എത്ര ദിർഹംസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ നിൽക്കൂല. അതാണ് നമുക്കുണ്ടാവുക. മൂന്നാമത്തെ കാര്യം, ആരുടെയെങ്കിലും പുകഴ്ത്തൽ കൊണ്ട് നമ്മുടെ ഇബാദത്ത് കൂടാനും കുറയാനും പറ്റൂല. അതിനൊന്നും നമ്മൾ നിൽക്കരുത്.
നാലാമത്തെ കാര്യം, നീ തെറ്റ് സംഭവിച്ചാൽ, നിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാൽ ആരും അറിയരുത് എന്ന് ചിന്തിക്കുന്ന പോലെ നിന്റെ നന്മയും ആരും അറിയരുത് എന്ന് ചിന്തിക്കണം. അത് ഇഖ്ലാസ് ഉള്ളതിൻ്റെ ഒരു അടയാളം. എൻ്റെ നന്മയും ആരും അറിയരുത്, നീ ചെയ്ത തെറ്റ് ആരും അറിയരുത് എന്നാണല്ലോ നിനക്കൊരു നിർബന്ധം. യെസ്, അതേപോലെ എൻ്റെ നന്മയും ആരും അറിയരുത് എന്ന് ചിന്തിക്കണം. എൻ്റെ നന്മ ആരും അറിയണ്ട. അതെ, നിങ്ങൾ വിളിച്ചിരുന്നല്ലേ മിസ് കോൾ ഉണ്ടേ, ഞാനേ നിങ്ങൾ വിളിക്കുമ്പോൾ ഖുർആൻ ഓതിയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യമില്ല എന്നർത്ഥം, ഒരാവശ്യമില്ല. അല്ലാ, നിങ്ങൾ ആ സമയത്താണ് വിളിക്കുന്നെങ്കിൽ ഞാൻ പള്ളിയിലായിരിക്കും, എന്തിനാ പറയേണ്ടത്? കിട്ടൂല എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ. എനിക്ക് ലുഹ നിസ്കരിച്ച ഒരു കട്ടൻ ചായ നിർബന്ധമാണ്. ആ ലുഹ നിസ്കാരം അവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ഈ കൊല്ലാക്കൊല്ലം അജ്മീറിൽ പോയിട്ടില്ലെങ്കിൽ റാഹത്താവില്ല. അജ്മീർ തങ്ങൾക്ക് തീരെ റാഹത്താവില്ല ഇവൻ വന്നാൽ തന്നെ. എങ്ങനെയുണ്ട്? ഉംറ കൊണ്ടും ഭയങ്കര ഇങ്ങനെ നാട്യങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണത്. ഞാൻ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്തിനാ ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഷെഹറാനിമ പറയണ്ടല്ലോ, നമ്മൾ മദീനയിലെത്തിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണ് ഉണ്ടാവേണ്ടത്, നാണക്കട വേണ്ടത്. ഇത്രയും വലിയൊരു നേതാവിൻ്റെ നാട്ടിൽ ഞാൻ നിൽക്കാൻ അർഹനാണോ എന്നൊരു നാണക്കട നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും നുബുവത്തിൻ്റെ കാലുകൊണ്ട് ചവിട്ടിയ മണ്ണിലൂടെയാണോ ഞാൻ നടക്കുന്നത് എന്ന് പേടിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മദീനയിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ ഇതുവരെ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോവും. പൊതുവിൽ വ്യഭിചരിച്ച ഹറാമേ ഉണ്ടാവും, കള്ളുടിച്ച ഹറാമേ ഉണ്ടാവും. മദീനയിൽ നിന്ന് അദബ് കേട് വന്നാൽ ഇതുവരെ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോവും. അങ്ങനെ ചില ആൾ ഈ ശത്രുതലം കാണിക്കൽ മദീനയെന്നാവും. നന്ന കളിക്കണ്ട, ഞാൻ മദീനയിലാണ് ഉള്ളത്, നിനക്കെതിരെ ഇവിടെ വെച്ച് ദ്വാരക്കും. മദീനയിലെ നേതാവ് കാര്യമായിട്ട് ഈ ദുനിയാവെന്ന് പറഞ്ഞത് ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാണ്. എന്നിട്ട് ഇയാളുടെ ഡയലോഗ് കേട്ടങ്ങൾ എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു ഞാൻ വലുതാണ്, അങ്ങനെയാണ് സംഭവമാണ്, ഞാൻ ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത്, ഞാൻ മക്കത്താണ് ഉള്ളത്, ഞാൻ മദീനത്താണ് ഉള്ളത്. ഈ രോഗത്തിലേക്ക് നമ്മൾ വരരുത്. ഞാൻ എന്നുള്ളതിനെ ഒഴിവാക്കുക, ആ സബ്ജക്റ്റ് കത്തിച്ച് കളയുക. ഹത്തിം സ്വനമക്ക്, നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ നീ നിർമ്മിച്ചിട്ട് നീ അതിനെ തന്നെ ആരാധിക്കുകയാണ്. ഈ സദസ്സിൻ്റെ ഫോട്ടോ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മൾ ആരെയാണ് ആദ്യം നോക്കുക? ഇതിൻ്റെ ഉത്തരമാണ് ഈ പറയാൻ പോണത്. ഒരു ഫങ്ഷൻ്റെ ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ആരെയാണ് ആദ്യം നോക്കുക? ആരെയാണ് ആദ്യം നോക്കുക? ഹത്തിം സ്വനമക്ക്, നീ നിൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ബിംബത്തിനെ കത്തിച്ച് കളയണം, പൊളിച്ച് കളയണം. എന്നിട്ട് വകുൻ ഇൻദ നഫ്സിക സഗീറാ, നീ നിൻ്റെ അടുത്ത് ചെറുതാവണം, നിൻ്റെ അടുത്ത് ചെറുതാവണം. അപ്പോഴേ അബ്ദുള്ളയാവുള്ളൂ, അള്ളാൻ്റെ അടിമയാവുള്ളൂ. ഇല്ലെങ്കിൽ നീ നിൻ്റെ തന്നെ അടിമയാവും, അബ്ദുൽ ഹവയാവും, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിമയാവും. അല്ലടാ, ഒന്ന് ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടോ. നീ അള്ളാൻ്റെ അടിമയാണെങ്കിൽ അതിനെന്തേ കുഴപ്പമില്ല. പണത്തിൻ്റെ അടിമയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിന് 200 രൂപ കേട്ടോ. പണത്തിൻ്റെ അടിമയും കാൽക്കുലേറ്ററും ഏട്ടനനിയനുമാർ പോലെ ആയിരിക്കും. എപ്പം മൂപ്പർ പണം കണക്ക് കൂട്ടും. അവിടെ പോയാൽ എനിക്കെന്ത് കിട്ടും? നീ ആ കച്ചവടത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, എന്തേ? അത് ഏട്ടനുമായിട്ടുള്ള കച്ചവടം, നമുക്കൊന്നും കിട്ടൂല, ആണ് ഞാൻ നിന്നിട്ടില്ല. കണ്ടങ്ങൾ കണ്ടങ്ങൾ എനിക്കെന്ത് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കോഴിക്കോട് അങ്ങാടിയിൽ വലിയൊരു പണക്കാരൻ 1 ഏക്കർ ഭൂമി വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും UAE-ലും സൗദിയിലും ഒമാനിലുള്ള സർവ്വ GCC-യിലുള്ള ഫ്രണ്ട് സർക്കിളിലെ പെട്ടെന്നൊരു വാട്സപ്പ് ഗ്രൂപ്പാക്കി കണക്ട് ചെയ്തിട്ട് ചെറിയ പൈസ ഇങ്ങനെ വെക്കുന്നുണ്ട്. അലുവ കഷ്ണം പോലത്തെ. സുൽത്താനുൽ മുസ്താദ് അറിഞ്ഞാൽ എന്താ ചെയ്യൽ? ആ മെഡിക്കൽ കോളേജിലെ കുട്ടിയൊക്കെ ജുമാക്ക് വരാൻ അതിനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും. കണ്ടങ്ങൾ രണ്ടാളും തമ്മിൽ വ്യത്യാസം കണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഈ കോംപ്ലക്സ് പള്ളീൻ്റെ പുറത്ത് വെറുതെ നിൽക്കുക, എന്നിട്ട് ഇവിടുന്ന് നിസ്കരിച്ച് പോകുന്ന മനുഷ്യന്മാരൊന്ന് കൗണ്ട് ചെയ്യുക. ഈ സുജൂദിൻ്റെ എല്ലാം കൂലി വാങ്ങുന്ന ആ കപ്പിത്താനെ കുറിച്ച് ഓർമ്മിക്കുക. ഇങ്ങനെ 4000+ പള്ളി എടുത്തതിനെക്കുറിച്ചും വെറുതെ ചിന്തിക്കുക. ഇതെങ്ങനെ കിട്ടിയെന്നറിയാം? അബ്ദുള്ളമാരാകുമ്പോൾ കിട്ടിയതാണ്. തനിക്കെന്ത് ലാഭമെന്ന് ചിന്തിച്ചാൽ ഈ പ്രായമുള്ള കാലത്തും ഈ മുത്തഅല്ലിമീങ്ങളുടെ തക്കാഫിന് വേണ്ടിയിട്ട് ഉസ്താദ് ഓടേണ്ട ആവശ്യമില്ലല്ലോ. തനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിച്ചാൽ തനിക്കെന്ത് കിട്ടും? എന്ത്? ഈ തടിക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് എന്താ വേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇപ്പോൾ എന്താ വേണ്ടത്? നമുക്ക്
നമ്മുടെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിന്, ആത്മാവിൻ്റെ സുഖത്തിന്, കവറിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് മുഴുവനും. അതാണ് ജീവിക്കേണ്ടത്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബ്ദുള്ളയാവണം. അബ്ദുള്ളയാവുമ്പോൾ ഉള്ളൊരു മെച്ചം ഭയങ്കര സുഖമായിരിക്കും ജീവിക്കാൻ. അയാൾ എപ്പോഴും താണുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കണ്ടിട്ടില്ലേ, തങ്ങൾ എന്താ നിലത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറയാ, അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. അത് മതി, ഒരടിമ. തങ്ങൾ എന്തിങ്ങനെ മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന, അങ്ങനെ തിന്നുന്നത്. ആക്കുലു കമാ യക്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. അത് മതിയാണ്, മതി. ഇന്നമാന അബ്ദുൻ, തങ്ങൾ പറയുന്നതാ, ഞാനൊരടിമയാണ്. നമുക്ക് വെറുതെ ഒരു മൈക്ക്, കോഡ്ലെസ് മൈക്ക് എന്നിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ജിയോ ആണ്, എക്സാം പാസ്സായിട്ടുണ്ട്, 4 യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര മാസ് ഡയലോഗായിരിക്കും നമ്മൾ. മക്കം ഫതഹിൻ്റെ അന്ന് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് പേടിച്ചപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, ഹവ്വിനലിക്, എന്താ മോനെ പേടിക്കുന്നത്? ഇന്നമാനബനോ ഇമ്രഅത്തിൻ തഅക്കുലുൽ ഖദീദ്, ഒരു ഉണക്ക റൊട്ടി തിന്നുന്ന പെണ്ണുങ്ങൾ ആമിന ബീവിൻ്റെ മോനാണ് എന്ന്. എന്നെ കാണുമ്പോൾ പേടിക്കാൻ മാത്രം എന്തല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു പച്ചയായ ജീവിതം നോക്കിയേ. വിശന്ന് പൊരിഞ്ഞിട്ട് 2 കല്ല് വെച്ച് കെട്ടിയിട്ട് ഹന്തക്കിൽ തങ്ങളുടെ വയറ് കണ്ടപ്പോൾ, തങ്ങളുടെ വിഷമം കണ്ടപ്പോൾ ജാബിർ അങ്ങക്ക് ടെൻഷൻ കൊണ്ട് കരച്ചിൽ വന്നിട്ട് വൈഫിനോട്, സുഹൈല ബിന്ത് മസ്ഊദ് എന്ന വൈഫിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തേലും ഉണ്ടാകുന്നു. എന്നാൽ 1-2 ആൾക്കുള്ള ഫുഡ് ഒപ്പിക്ക് ഞാൻ ഇപ്പം വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു 2-3 ആക്കുണ്ട്, ആരും വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ മെല്ലെ സ്റ്റേജിൻ്റെ വേഗി പോയിട്ട് ഷവർമ വന്നിട്ട് തോർത്തിയിട്ട് വന്നിട്ട് ഇങ്ങനെ കുശലിൽ ഇരിക്കല്ലേ ചെയ്തത്. സ്വഹാബത്തിനെ മൊത്തം, സ്വഹാബ ജാബിർ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് വാന്ന്. അങ്ങനെ അനുയായികളെ മറന്നിട്ടൊന്നും ആ ലീഡർ ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, അങ്ങനെ ഫുഡ് അടിച്ചിട്ടുമില്ല. സ്വഹാബ വാ ജാബിർ, ചട്ടി ഇറക്കണ്ട, പാത്രം ഞാൻ വന്നിട്ട് ഇറക്കിയാൽ മതി, മൊയ്ജിദത്ത് അവിടെ കാണിക്കാനുണ്ട്. ദ ലീഡർ, ദ ഗ്രേറ്റസ്റ്റ് ലീഡർ, ദ ലീഡർ. ഈ ലീഡറെ എങ്ങനെയാണ് മനുഷ്യന്മാർ ഇഷ്ടപ്പെടാതിരിക്കുക? പാതിരാക്കും റബിയുൽ അവ്വൽ 12-ന് 3 മണിക്കും 2 മണിക്കൊക്കെ എണീച്ചിട്ട് 2 അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഉമ്മമാരും അപ്പം ചുട്ടിട്ട് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് റബിയുൽ അവ്വലിൻ്റെ റാലിക്കും മൗലിദിനും കൊടുത്തേക്കുന്നുണ്ടല്ലോ. ഈ പാവങ്ങൾക്കൊന്നും വിടാൻ തോന്നൂല തങ്ങളാ. അത്രമാത്രം പാവങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തങ്ങൾ, ചേർത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തിനാ എന്നെ കാണുമ്പോൾ പേടിക്കുന്നത്? കണ്ട, മദീനത്തെ പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, ആ പെണ്ണുങ്ങളെ കാണുന്നില്ലല്ലോ, പലപ്പോഴായിട്ട് ഇവിടെ ഉണ്ടാവുന്നേ. അവർ മരണപ്പെട്ടു. ഓ മരിച്ചാലേ, എന്നാൽ പോട്ടെ എന്നല്ല പറയണത്. ആ എന്താ എന്നോട് മരണം അറിയിക്കാതിരുന്നത്? ആ എന്താ, വലിയ ആളാണെങ്കിലേ എന്നെ അറിയിക്കുള്ളൂ. ദുല്ലുനി അല ഖബരിഹ, ആ ഉമ്മാൻ്റെ ഖബർ എനിക്ക് കാണിച്ചിട്ട് നിസ്കരിക്കട്ടെ എന്ന്. പോയി നിസ്കരിക്കട്ടെ മയ്യത്ത് നിസ്കാരമെന്ന്. കണ്ടോ, ഒരു ലളിത ജീവിതം, ജാടകളില്ലാത്ത ലൈഫ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ലീഡറായത്. 7-ാം ആകാശവും അതിലപ്പുറവും സർവസ്വം കീഴടക്കി ജിബ്രീൽ അലി ഇസ്ലാമിന് പോലും പോകാൻ അനുമതിയില്ലാത്തടുത്ത് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഇനി അങ്ങോട്ട് വരാൻ എന്നെ കൊണ്ടാവില്ല, കരിഞ്ഞ ചാമ്പലായി പോകും, 7-ാം ആകാശം കഴിയുന്നില്ലേ, എൻ്റെ പെർമിഷൻ കാലം തീർന്നു, ഇനി നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് തങ്ങൾ സിദ്റത്തുൽ മുന്തഹ അടക്കം കടന്ന് തിരിച്ചു വന്നിട്ടും സഫിയ ബീവി എന്ന നീളം കുറച്ച് കുറഞ്ഞ ഭാര്യയ്ക്ക് ഒട്ടകത്തിൻ്റെ മേലെ കയറാൻ കഴിയാത്തതുകൊണ്ട് തങ്ങൾ കാല് നീട്ടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ്, സഫിയ ഇതാ കോണിപ്പടിയായിട്ട് എൻ്റെ തുടമേൽ ചവിട്ടിയിട്ട് കയറിക്കളയുന്നു. ദ ലീഡർ, പച്ചപ്പുള്ള ലീഡർ. കോട്ട് ഉണ്ടല്ലോ, കാളീൻ്റെയും സനദിൻ്റെ ഒക്കെ വീട്ടിൻ്റെ മുറ്റത്ത് അയച്ചു വെച്ചിട്ട് വീട്ടിൽ പച്ചപ്പുള്ള മനുഷ്യനായിട്ട് കയറി വരണം. നോമ്പ് ഉറക്ക് ഭാര്യനെ സഹായിക്കണം. തണുപ്പില്ലേ, ഐസ് വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ ഫ്രിഡ്ജ് വാങ്ങിയതിന്? ഈ ചൂടനായിട്ടുള്ള ഇഫ്താറിനൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. നിന്നെ നോമ്പെടുപ്പിച്ച് എന്നെ ഒന്ന് തുടച്ച് വാർക്കാനാണ്, ഒന്ന് ഷെയ്പ്പ് ചെയ്യാനാണ്, നല്ല മനുഷ്യനാവാനാണ്. ആയിഷ ബീവിൻ്റെ അടുത്ത് പോയിട്ട് ഉർവത്ത് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, മുത്തുനബിയുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഒരു വർത്താനം പറഞ്ഞുതരാമോ? ഓ, അടുക്കളയിൽ പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ചെരുപ്പ് തുന്നും, ആ ബക്കറ്റ് ശരിയാക്കി തരും, ആടിനെ കറന്നേരും. പിന്നൊരു കാര്യമുണ്ട്. ആ എന്താ പിന്നൊരു കാര്യം? അതെ, ഞാനെന്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വേക്കിൽ തന്നെ തങ്ങൾ വരുമെന്ന്. ആര്? അള്ളാനോട് മിണ്ടി പറഞ്ഞ വർത്താനം പറഞ്ഞ തങ്ങൾ. സ്വർഗവും നരകവും അർഷും സിദറത്തുൽ മുന്തഹയും കീഴടക്കിയ തങ്ങളെക്കുറിച്ച് ഹാഫ് ബെറ്ററിൻ്റെ വർത്താനം എന്താ പറയുക?
ഞാനെന്ത് ചെയ്യുകയാണെങ്കിൽ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? ഞാൻ ഒരു ഗ്ലാസ് ആടിൻ്റെ പാൽ കുടിച്ചാൽ ആടെ ഗ്ലാസ് വെച്ചാൽ ആ ഗ്ലാസ്സിൽ നിന്ന് പാലെടുത്തിട്ട് ആ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾ കറക്കും. ഏത്? ഈ തലച്ചോറിൽ ഈ ലോകം മുഴുവനുള്ള തങ്ങൾ ഈ തല ഈ മറ്റേ ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ചുണ്ട് വെച്ച സ്ഥലത്ത് വെച്ചിട്ട് ചുണ്ട് വെച്ച് കുടിക്കും. എന്തിന്? സ്നേഹത്തിൻ്റെ അതിരുകൾ കാണിച്ചു കൊടുക്കാനാണ്. പിന്നെ ഞാനൊരു മാംസകഷ്ണം കടിച്ചാൽ എൻ്റെ പല്ല് എവിടെയാണ് ടച്ച് ചെയ്തത്, ആ ടച്ച് ചെയ്ത സ്ഥലം നോക്കിയിട്ട് തങ്ങൾ ആ മാംസം കടിക്കും ബാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഞാൻ എവിടെങ്കിൽ ഇരുന്നാൽ എന്നെ ചാരിയിട്ട് തന്നെ ഇരിക്കണം തങ്ങൾക്ക്. കണ്ടോ? 40 വയസ്സ് കുറവുള്ള ഒരു പെണ്ണെന്ന ഭാര്യനെ കാണുമ്പോൾ എണീറ്റിക്കുക, കൈ പിടിച്ച് മുത്തുക. ഇങ്ങനെ ആരെങ്കിലും ലോകത്ത് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? നമുക്ക് കിട്ടുമോ? ഇല്ല, കിട്ടൂല. ഇതാണ് ജീവിതത്തിൻ്റെ പച്ചപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കമ്പനിയുടെ ബോസ് ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ കിട്ടുമ്പോഴേക്ക് ഗേറ്റ് കീപ്പറായ പ്രായമുള്ള ഉപ്പാപ്പാൻ്റെ പ്രായമുള്ള ആളോട് ഹോൺ ഒച്ചത്തിലടിച്ചിട്ട് പേടിപ്പിക്കാനുള്ള ലൈഫല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഹോൺ അടിച്ചിട്ട് അയാൾ പാവം ഉറക്കത്തു നിന്ന് ഞെട്ടിപ്പോയി. അയാൾ ഓടി വന്നിട്ട് ഗേറ്റ് തുറന്നപ്പോൾ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തിയിട്ട് കാറിൻ്റെ ഗ്ലാസ് കൂടി താഴ്ത്തിയിട്ടുള്ളൊരു നോട്ടമുണ്ടല്ലോ, മനുഷ്യത്വം നഷ്ടപ്പെടുന്ന നോട്ടായി പോവത്. അതല്ല നമ്മളെ ലൈഫിൽ വേണ്ടത്. ഒന്നാമത് നമ്മൾ മതം പഠിക്കണം. മതം പഠിച്ചാലേ ഈ പച്ചപ്പിലേക്ക് എത്തുള്ളൂ. യൂട്യൂബിലെ വീഡിയോസിനോ ഇൻസ്റ്റഗ്രാമിലെ വർത്തമാനത്തിനോ ആണ് ഗുരുവായിട്ട് എടുക്കുന്നതെങ്കിൽ, ഉപ്പാപ്പൻ്റെ പ്രായമുള്ള ലോറി ഡ്രൈവർ നമ്മളെ ബൈക്കിനൊന്ന് സൈഡിലൂടെ പോയപ്പോൾ ഒരസീറ്റൊന്നുമില്ല, വാശി തീർക്കാൻ വേണ്ടി നമ്മളും ചെങ്കും കൂടിയിട്ട് ആ ലോറി ഡ്രൈവറുടെ മുന്നിൽ ക്രോസായിട്ട് വണ്ടി നിർത്തിയിട്ട് ഒരു വർത്തമാനം, നിങ്ങളെവിടെ പോകുന്നൊന്ന് കാണണമല്ലോ. പുതിയ വീഡിയോസിനെ ഗുരുവാക്കിയാല ഈ പ്രശ്നം നമ്മളിലേക്ക് വരിക. രക്തത്തിൽ വാശിയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വർത്തമാനങ്ങളെ ഉണ്ടാവുള്ളൂ. അത്രയും ഉണ്ടാവുള്ളൂ. ആ പാവം ഭാര്യ മരിച്ചിട്ട് 5 മക്കൾ ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് വൃദ്ധസദനത്തിൽ പോയിരുന്ന കുറേ കാലം വേണ്ട, ആരുടെയും ഭക്ഷണം നമ്മൾ കഴിക്കണ്ട, ആർക്കെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് കിട്ടിക്കോട്ടെ, ഞാൻ എൻ്റെ പഴയ ലോറി എന്നെ എടുത്തിട്ട് 2 അറ്റം മുട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് 65-ാം വയസ്സിലും വിറക് എടുത്തിട്ടിങ്ങനെ കുന്ന് കയറ്റം കയറുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ് 17ൻ്റെ തിളപ്പിൽ ചെറുപ്പക്കാരിങ്ങനെ നിന്നിട്ട് നിങ്ങളെടുത്തേക്കാ പോകുന്നതെന്ന് കാണണമെന്ന് പറയണത്. ആ മനുഷ്യനെങ്ങാനും ഒരു മെസ്സേജ് അള്ളാഹിലേക്ക് വീണാൽ വിട്ടാലുണ്ടല്ലോ, തീർന്നു പോകും, നമ്മളൊക്കെ ആറ്റന്നെ തീർന്നു പോകും. അതുകൊണ്ട് ജാട, അഹങ്കാരം, വൃത്തികൾ അതൊക്കെ മാറ്റി ഒരു പച്ചപ്പ്, വിശപ്പിൻ്റെ ഗന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അപ്പുറത്തുള്ളവരുടെ വിശപ്പ് മനസ്സിലാവാനാണ് നോമ്പ് അള്ളാഹു എടുപ്പിക്കണത്. ആ മൂക്കാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിലേക്കാണ് നമ്മൾ തിരിച്ചു പോരേണ്ടത്. നല്ല മനുഷ്യന്മാരായി ജീവിക്കുക. നല്ല മനുഷ്യൻ ലഅല്ലക്കും തത്തഖൂൻ എന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് 10-ാം നോമ്പിൽ ആലോചിക്കുമ്പോൾ 20 നോമ്പുകൾ ഇനി കുറച്ച് വേഗതയിൽ യാത്ര ചെയ്യണം എന്ന് ബോധ്യമുണ്ടാവും. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവെ, നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരില്ല റഹ്മാൻ. ആരെ മുന്നിലും ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ല റഹ്മാൻ. നമ്മളെല്ലാവരെയും നിൻ്റെ ഇഷ്ടക്കാരിൽ പെടുത്തണേ അല്ലാഹ്.